സുക്മ ജില്ലയിൽ തലയ്ക്ക് 25 ലക്ഷം രൂപ വരെ ഇനാം പ്രഖ്യാപിച്ച 6 നക്സൽ ഉൾപ്പെടെ 16 നക്സലുകൾ കീഴടങ്ങിയെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. മാവോയിസ്റ്റ് ആശയം മനുഷ്യത്വ വിരുദ്ധമാണ് എന്ന് നക്സലുകൾ പറയുന്നു. രാജ്യത്ത് 2026 കൂടി തന്നെ നക്സലിസം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വ്യക്തമാക്കിയതിനു ശേഷം ഇത്തരത്തിൽ നിരവധി നക്സലുകൾ കീഴടങ്ങുകയും അവർ സമൂഹവുമായി ഇഴകിച്ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമറിയിച്ച് രംഗത്ത് വരികയും ചെയ്യുകയാണ്. എന്നാൽ ഇതിന് വിപരീതമായി നാടിന് വിപത്തായി തന്നെ വളരുന്ന നക്സലുകളെ സുരക്ഷാ സേന തേടിപ്പിടിച്ച് തന്നെ ഉന്മൂലനം ചെയ്യുന്നുണ്ട്. അമിത് ഷാ പറഞ്ഞത് അക്ഷരം പ്രതി നടപ്പിലാക്കാൻ തുടങ്ങിയതോടുകൂടി തന്നെ നക്സൽ ഭീകരന്മാർ ഒന്ന് ഭയപ്പെട്ടിട്ടുണ്ട് എന്നാണ് വാസ്തവം. ആയതിനാൽ തന്നെ അവർ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് മനുഷ്യവാസം ആഗ്രഹിക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. ഇതിൽ 6 പേരുടെ തലയ്ക്ക് 25 ലക്ഷം രൂപയാണ് വിലയിട്ടിരുന്നത്. ബാക്കി 9 പേർ കോർലേപെണ്ട ഗ്രാമത്തിൽ നിന്നുള്ളവരാണ്. ചിന്നൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കോർപ്പേലണ്ട ഗ്രാമം. ഈ 9 പേർ കൂടി കീഴടങ്ങിയതോടുകൂടി തന്നെ ആ ഗ്രാമത്തിൽ നക്സൽ വിമുക്തമായി എന്നതാണ് മറ്റൊരു വസ്തുത. നക്സലുകൾ സാധാരണയായി ഗോത്രവർഗ്ഗക്കാർക്ക് നേരെ ആക്രമണം നടത്തുന്നതിൽ തന്നെ ഈ നക്സലുകൾക്ക് എതിർപ്പ് മാവോയിസ്റ്റ് ആശയം അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധവും അതുപോലെ നിശൂന്യവും ആണെന്ന് കീഴടങ്ങിയ നക്സലുകൾ വ്യക്തമാക്കുന്നത്. CRPF SP കരൺ ചൗഹാൻ ഇത്തരത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. അതുപോലെ 5 ലക്ഷം തലയ്ക്ക് വിലയിട്ട മനീഷ് യാദവ് ജാർഖണ്ഡിലെ ലത്തേഹോറിൽ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. വലിയ നേതാക്കളെ സൈന്യം വെടിവെച്ച് കൊല്ലാൻ തുടങ്ങിയതോടുകൂടി തന്നെ സാധാരണ മാവോയിസ്റ്റ് പ്രവർത്തകർ ഭീതിയിലാണ്. അതുകൊണ്ടാകാം അവർ അക്ഷരാർത്ഥത്തിൽ ഇത്തരത്തിൽ കീഴടങ്ങൽ തുടരുന്നതെന്നാണ് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സൈന്യം മാവോയിസ്റ്റുകളോടുള്ള സീറോ ടോളറൻസ് നയം തുടരുകയാണ്. 2026 മാർച്ചോടുകൂടി തന്നെ നക്സലൈറ്റ് ശല്യം എന്നേക്കുമായി തന്നെ തുടച്ചു നീക്കുമെന്നത് തന്നെയാണ് അമിത് ഷായുടെ അന്ത്യശാസനം വന്നിരിക്കുന്നതും. അതേസമയം ഇതിനു മുൻപും തലയ്ക്ക് ഇനാം പ്രഖ്യാപിച്ചവർ ഉൾപ്പെടെ തന്നെ നിരവധി പേർ ഉൾപ്പെടെ കീഴടങ്ങിയതായ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇത്രയും കുപ്രസിദ്ധി ആർജിച്ച ഇടത് ഭീകരരാണ് സർക്കാരിന് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങിയതും. ബിജാപൂർ പോലീസ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറലായ കൊരീപു ദേവേന്ദ്ര സിംഗ്, അതുപോലെ തന്നെ ബിജാപൂർ പോലീസ് സൂപ്രണ്ട് ഡോക്ടർ ജിതേന്ദ്ര കുമാർ യാദവ് എന്നിവരുടെ മുൻപാകെയാണ് ചില നക്സലൈറ്റുകൾ കഴിഞ്ഞ മാസങ്ങളിലായി കീഴടങ്ങിയത്. കീഴടങ്ങിയ എല്ലാ നക്സലൈറ്റുകൾക്കും 25,000 രൂപ വീതം പ്രോത്സാഹനം നൽകുകയും ചെയ്തു. അതുപോലെ ബിജാപൂർ പോലീസ് സൂപ്രണ്ട് ഡോക്ടർ ജിതേന്ദ്ര കുമാർ യാദവ് സർക്കാരിന്റെ പുനരധിവാസ നയം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ചേരാൻ നക്സലൈറ്റുകളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: സർക്കാരിന്റെ പുനരധിവാസ നയത്തിന് കീഴിൽ ലഭ്യമായ ആനുകൂല്യങ്ങൾ നിരവധി നക്സലൈറ്റുകളെ ആകർഷിച്ചിട്ടുണ്ട്. നക്സലൈറ്റുകളുടെ കുടുംബങ്ങളും അവരെ തിരികെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിന് പുറമെ തന്നെ അനധികൃത സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ചേരാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. പുറത്തുനിന്നുള്ളവരുടെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസംഗത്തിൽ നിന്നും വ്യാജ നക്സലൈറ്റ് പ്രത്യയശാസ്ത്രത്തിൽ നിന്നും അവർ പുറത്തു വന്നുകൊണ്ട് സമൂഹത്തിനെ മുഖ്യധാരയിൽ ചേരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അവിടെ അവർക്ക് യാതൊരു ഭയവുമില്ലാതെ സാധാരണ ജീവിതം നയിക്കാൻ കഴിയും. കൂടാതെ തന്നെ ഉൾനാടൻ നക്സൽ ബാധിത പ്രദേശങ്ങളിൽ പുതിയ സുരക്ഷാ ക്യാമ്പുകൾ തുടർച്ചയായി തന്നെ സ്ഥാപിക്കുന്നതിന് ഗുണം ചെയ്യുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതേസമയം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപും ഛത്തീസ്ഗഡ് സുക്മ ജില്ലയിലെ നക്സൽ സംഘടനയിൽ സജീവമായി പ്രവർത്തിക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള 5 നക്സലേറ്റുകളാണ് കീഴടങ്ങിയത്. കഴിഞ്ഞ ദിവസം പോലീസും CRPF ഉദ്യോഗസ്ഥർക്കും അതുപോലെ പോലീസ് സേനയ്ക്ക് മുന്നിലാണ് ഇവർ കീഴടങ്ങിയത്. നക്സൽ സംഘടനയിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം സമൂഹത്തിന്റെ ഭാഗമായി ജീവിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ കീഴടങ്ങിയതെന്നാണ് ഇവരിൽ ഒരാൾ വ്യക്തമാക്കിയതും. സർക്കാരിന്റെ നയത്തിന്റെയും സുരക്ഷാ സേനയുടെ സ്വാധീനത്തിന്റെയും തന്ത്രത്തിന്റെയും ഫലമായിട്ടാണ് നക്സലൈറ്റുകൾ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് തിരിച്ചെത്തുന്നതും. അതേസമയം കുറച്ചുനാൾ മുന്നേ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ നക്സൽ ഭീകരന്മാരെയും ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കുമെന്ന് വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നു. വനത്തിൽ നിന്നും നക്സലിസം തുടച്ചു നീക്കപ്പെടുമെന്നും മാവോയിസ്റ്റ് ഭീകരവാദം ഇനി നമ്മുടെ രാജ്യത്ത് വെച്ചു പൊറുപ്പിക്കില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. വനമേഖലയിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം ഇല്ലാതാവുകയാണ്. എന്നാൽ അർബൻ നക്സലിസം ഇപ്പോഴും വെല്ലുവിളിയായി തുടരുന്നു. സർക്കാരിന്റെ ശക്തമായ നടപടികളിലൂടെ തന്നെ കാടുകളിൽ നിന്ന് നക്സലിസത്തെ ഇല്ലാതാക്കാൻ കഴിയുന്നുണ്ടെങ്കിലും അവർ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ നുഴഞ്ഞു കയറിക്കൊണ്ട് പ്രവർത്തിക്കുന്നതായും അദ്ദേഹം ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. കോൺഗ്രസിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയതും. ഡൽഹി ദേശീയ മാധ്യമത്തിന്റെ കോൺക്ലേവിൽ പങ്കെടുത്ത് സംസാരിക്കുന്ന സമയത്തായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഉണ്ടായതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.